ഡിയർ സ്റ്റുഡൻസ്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിബറലൈസേഷൻ പോളിസി എന്താണ് എന്നും അതേപോലെ തന്നെ ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന റിഫോംസ് എന്തൊക്കെയാണ് എന്നുള്ളതും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ലിബറലൈസേഷൻ പോളിസി എന്ന് പറയുന്നത് പുത്തൻ സാമ്പത്തിക നയം, ദാറ്റ് ഈസ് ന്യൂ എക്കണോമിക് പോളിസി ഓഫ് 1991 ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യാനുണ്ടായുള്ള കാരണമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, 1991 ക്രൈസിസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്കണോമിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്ക് മറ്റുള്ള അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും അതുപോലെ തന്നെ ലോകബാങ്കിൽ നിന്നൊക്കെ കടമെടുക്കേണ്ടതായിട്ട് വന്നു. then അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഉപാധികളോട് കൂടിയിട്ട് ഫണ്ട് അനുവദിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഉപാധികളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ എക്കണോമിയിൽ ന്യൂ എക്കണോമിക് പോളിസി ഓഫ് 1991 അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള 3 പില്ലേഴ്സ് എന്ന് പറയുന്നതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, ലിബറലൈസേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. സോ വാട്ട് ഈസ് ലിബറലൈസേഷൻ? Liberalization means liberating the economy from government restrictions on economic growth. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കുള്ള നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വ്യവസായ മേഖല പരിഷ്കരണങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദാറ്റ് ഈസ് ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്. അതിൽ ഒന്നാമതായിട്ട് വന്നതായിരുന്നു ഡീലൈസൻസിങ്, ദെൻ ഡീറിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ, ദെൻ അമെൻമെൻറ്റ് ഓഫ് MRTP ആൻഡ് ഫെറ. ഈ പോയിന്റുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആണ്. ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യൻ എക്കണോമിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ എന്ന് പറയും. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഒരു ധനകാര്യ മേഖലാ പരിഷ്കാരം, അല്ലെങ്കിൽ ധനകാര്യ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ദ ഫിനാൻഷ്യൽ സെക്ടർ ഇൻക്ലൂഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീലിംഗ് ഇൻ ബാങ്കിങ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻ. ഓക്കെ, ബാങ്കിങ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, മൂലധന വിപണി, വിദേശ നാണയ വിനിമയ പ്രവർത്തനങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ അടങ്ങിയതാണ് ധനകാര്യ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ, ഫസ്റ്റ് വൺ ഈസ് ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്ഡ്. നമുക്കറിയാം ഈ ഇന്ത്യൻ എക്കണോമിയിൽ അവിടെ കൂടുതലായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈ 1990s മുൻപൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇവിടെ റെഡ് ടാപ്പിസം ഒക്കെ അല്ലേ, അതായത് ഈ ഒരു ലൈസൻസിങ് ഒക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് മേഖലയുടെ കടന്നുകയറ്റം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസൊക്കെ ഇന്ത്യൻ എക്കണോമിയിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഒരു ഉദാരവൽക്കരണം, അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ഫേംസിനൊക്കെ അവിടെ നിലനിൽക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ലൈസൻസിങ് ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിലനിന്നു. അപ്പോൾ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൽ ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് എന്ന് പറയുന്നതാണ് ഒന്നാമതായിട്ട് ലിബറലൈസ് ചെയ്തത്. പുതിയ ബാങ്കുകൾ അനുവദിക്കുക, അതേപോലെ തന്നെ പുതിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എക്കണോമിയിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നതൊക്കെ ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കാലയളവിൽ നൽകുകയുണ്ടായി. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോം, ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്ഡ്. ദെൻ അനദർ റിഫോംസ് ആയിട്ട് നെക്സ്റ്റ് റിഫോംസ് വരുന്നത് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് അലൗഡ്. പുതിയ ജനറേഷൻ ബാങ്കുകളൊക്കെ അവതരിപ്പിക്കേണ്ടത്, ദാറ്റ് ഈസ് ICICI, HDFC. ഇപ്പോൾ നമുക്കറിയാം കുറേയധികം ഇസാഫ് പോലുള്ള ബാങ്കുകളൊക്കെ നമ്മളുടെ എക്കണോമിയിൽ ഇന്നത്തെ കാലത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളൊക്കെ കൂടുതലായിട്ട് അനുവദിക്കുക വഴി ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടർ ഒന്നുകൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ആ ഒരു എയിം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നയങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. സോ ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് അലൗഡ്. ഓക്കെ, ദെൻ അടുത്ത
റിഫോംസ് ആയിട്ട് വരുന്നത് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ്സ് ഡീറെഗുലേറ്റഡ്. ഓക്കെ, നിക്ഷേപ നിരക്കിൻ്റെയും വായ്പാ നിരക്കിൻ്റെയും നിയന്ത്രണം നീക്കുകയാണ് ചെയ്തത്. റിസർവ് ബാങ്കാണ് ഇത് നിശ്ചയിക്കുന്നത്. നമുക്കത് അറിയാവുന്നതാണ്. ഈ ഒരു നിക്ഷേപ നിരക്ക്, വായ്പാ നിരക്ക്, അതിലൊക്കെ മാറ്റങ്ങൾ വരിക വഴി, നിയന്ത്രണങ്ങളെല്ലാം നീക്കം ചെയ്യുക വഴി അവിടെ എന്താ സംഭവിക്കുന്നത്? ആളുകളുടെ നമ്മളുടെ എക്കണോമിയിലെ ഗ്രോത്തിന് അത് വഴിവെക്കുന്നു. ഓക്കെ, ദെൻ ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന മറ്റൊരു നടപടിയാണ് CRR ആൻഡ് SLR റെഡ്യൂസ്ഡ്. ഓക്കെ, CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇതൊക്കെ കുറയ്ക്കുകയാണ് ഉണ്ടായത്. അതായത് ബാങ്കുകൾ ഹോൾഡ് ചെയ്യുന്ന പണത്തിൻ്റെ അളവിൽ കുറവ് വരുത്തുകയും അത് എക്കണോമിയിൽ സ്പെൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എക്കണോമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഫെസിലിറ്റേറ്റിംഗ് മോർ മണി വിത്ത് ബാങ്ക്സ്. ഓക്കെ, കൂടുതൽ വായ്പ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പണമൊക്കെ ബാങ്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഈ ഒരു CRRഉം SLRഉം ഒക്കെ കുറയ്ക്കുക വഴി എക്കണോമിയിൽ ഒരു മണി സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനത് കാരണമാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിഫോം ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ന്യൂ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് വർ അലൗഡ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. പൊതുമേഖലയുടെ കുത്തകയായിരുന്നു ഈ ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സ്വകാര്യ മേഖലയിലെ പുതിയ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾക്കും ജനറൽ ഇൻഷുറൻസ് കമ്പനികൾക്കും അനുമതി നൽകുക കൂടി ഈ ഒരു റിഫോംസിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിബറലൈസ് ചെയ്തു, അല്ലേ? ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിബറലൈസ്ഡ്. മൂലധന വിപണികളിൽ ഉദാരവൽക്കരണം നടപ്പിലാക്കുകയുണ്ടായി. ഓക്കെ, അതായത് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പോളിസീസ് സഹായിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് മ്യൂച്വൽ ഫണ്ട്സ് ഓപ്പൺഡ് ടു ദ പ്രൈവറ്റ് സെക്ടർ. മ്യൂച്വൽ ഫണ്ട്സുകൾ ആരംഭിക്കാൻ സ്വകാര്യ മേഖലയ്ക്കുള്ള അനുമതി നൽകുകയുണ്ടായി. അതായത് അതുവരെ ഈ ഒരു മ്യൂച്വൽ ഫണ്ട്സുകളൊക്കെ ഗവൺമെൻറ്റ്സ് ആയിരുന്നു കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പ്രൈവറ്റ് സെക്ടറും കൂടി നൽകുക വഴി ഇക്കണോമിയിലെ ഗ്രോത്തിലേക്ക് നയിക്കുന്നതിന് അത് സഹായിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വെർ അലൗഡ് ടു ഇൻവെസ്റ്റ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. വിദേശ നിക്ഷേപ സ്ഥാപനം എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്നുള്ള സ്ഥാപനങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ തുടങ്ങിയവയൊക്കെ ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതുവഴി വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു റിഫോമിൻ്റെ ഭാഗമായിട്ട് ലക്ഷ്യമിടുന്നത്. സോ ദീസ് ആർ ദ മെയിൻ റിഫോംസ് ആർ adopted by Indian economy during this ന്യൂ എക്കണോമിക് പോളിസി പീരീഡ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആയിട്ട് വരുന്നത് ഈ പോയിന്റുകളാണ്. ഇത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള റിഫോംസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ടാക്സ് റിഫോംസ്. ഈ ഒരു ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ നികുതി വ്യവസ്ഥയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ടാക്സ് റിഫോംസ്. ഈ ടാക്സ് റിഫോംസ് പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ഫിസ്ക്കൽ പോളിസി എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പോളിസിയാണ്. ഗവൺമെൻറ് പോളിസിയിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, ഗവൺമെൻറ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ്റാണ് ആ ഒരു എക്കണോമിയുടെ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ നിയന്ത്രിക്കുന്നത്, അല്ലേ? അപ്പോൾ എക്കണോമിയിലെ മണി സർക്കുലേഷനും അതുപോലെ തന്നെ എക്കണോമിയുടെ സ്റ്റെബിലിറ്റിയൊക്കെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ചില പോളിസീസ് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്ന ഇത്തരം പോളിസീസിനെയാണ് ഫിസ്ക്കൽ പോളിസീസ് എന്ന് പറയുന്നത്. ഫിസ്ക്കൽ പോളിസി ഈസ് ദ പോളിസി ഓഫ് ഗവൺമെൻറ് ഓൺ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് റവന്യൂ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. ഓക്കെ, ഫിസ്ക്കൽ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊതുചെലവ്, ഗവൺമെൻറ്റിൻ്റെ നികുതി, പൊതുകടം എന്നിവ സംബന്ധിച്ച ഗവൺമെൻറ് നയമാണ് ഫിസ്ക്കൽ നയം എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാം പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ചിലവാണ്. ഗവൺമെൻറ്റിൻ്റെ ചിലവ് പല രീതിയിൽ എക്കണോമിയിൽ ഉണ്ടാവാറുണ്ട്, അല്ലേ? ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് പല രീതിയിലും നമുക്കിപ്പോൾ ഗ്രാൻസ് നൽകുക വഴി, അതുപോലെ തന്നെ പെൻഷൻസ്, സാലറീസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്, ഇതൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, അല്ലേ? ഇതൊക്കെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഗവൺമെൻറ്റിന് പ്രധാനമായിട്ടും ലഭിക്കുന്ന ഒരു റവന്യൂ മാർഗം എന്ന് പറയുന്നത് ടാക്സ് റവന്യൂ തന്നെയാണ്. ഓക്കെ, ദെൻ പബ്ലിക് ഡെപ്റ്റ്, പൊതുകടം, ഇതൊക്കെയാണ് ഈ ഒരു ഫിസ്ക്കൽ പോളിസി നയത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസിയിലെ പ്രധാന ടൂൾസ് എന്ന് പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് റവന്യൂ ആൻഡ് പബ്ലിക് ഡെപ്റ്റ് തുടങ്ങിയവയൊക്കെയാണ്. ഓക്കെ, ദെൻ ടാക്സ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഓക്കെ, ടാക്സ് റിഫോംസ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം.
ഓക്കെ, ഫിസ്ക്കൽ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ടാക്സ് ഇക്കണോമിയിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ദെൻ ടാക്സസ് പ്രധാനമായിട്ടും 2 തരത്തിൽ നിലനിൽക്കുന്നു: ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. Tax paid directly to the government by the individuals or business entities on whom it is imposed. That is called direct tax. ഓക്കെ, പ്രത്യക്ഷ നികുതി എന്ന് പറയും. വ്യക്തികളുടെ വരുമാനത്തിനും അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളുടെ ലാഭത്തിനും ചുമത്തുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ആരിൽ ചുമത്തപ്പെടുന്നുവോ അവർ തന്നെയാണ് ഇത് അടയ്ക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ഇതൊക്കെ എന്താണ് ഈ ഒരു ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന നികുതിയെ ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നു. ദെൻ പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടാക്സ് കളക്റ്റഡ് ആൻഡ് റെമിറ്റഡ് ബൈ വൺ വെറാസ് ഇറ്റ്സ് ഇമ്പാക്ട് ഫോൾ അപ്പോൺ അനദർ, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ടാക്സ്. എക്സാമ്പിൾ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി എക്സെട്ര. നികുതി അടയ്ക്കുന്നത് ഒരാളും എന്നാൽ യഥാർത്ഥത്തിൽ ആത്യന്തികമായി അതിൻ്റെ ആഘാതം ഏൽക്കേണ്ടി വരുന്ന മറ്റൊരാളുമാണെന്നുണ്ടെങ്കിൽ അത് പരോക്ഷ നികുതിയാണ്. ഗവൺമെൻറ്റിലേക്ക് നമ്മൾ നേരിട്ടിട്ട് അടയ്ക്കാത്ത നികുതിയെയാണെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാൻ സാധിക്കും സെയിൽസ് ടാക്സ് ഒക്കെ അല്ലേ, കമോഡിറ്റീസ്. ഇപ്പോൾ ഒരു പേന വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ പ്രൈസിന് അകത്ത് എഴുതിയിട്ടുണ്ടാവും ഇൻക്ലൂഡിങ് ഓഫ് ഓൾ ടാക്സസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഒരു പേന വാങ്ങിക്കുമ്പോൾ നൽകുന്ന പ്രൈസിൽ എല്ലാ ടാക്സും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടിയൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സാണ്. നമ്മളത് നേരിട്ട് ഗവൺമെൻറ്റിലേക്കല്ല നൽകുന്നത്, എന്താണ് ഈ ഒരു കമോഡിറ്റിയുടെ പ്രൈസിൻ്റെ രൂപത്തിലാണ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അൾട്ടിമേറ്റ് ബർഡൻ അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം ഏൽക്കുന്നത് മറ്റൊരാളാണ് അല്ലേ. നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ആ ഒരു നികുതി ചുമത്തുന്നുണ്ട്, ഒരു കമോഡിറ്റിയുടെ മുകളിലാണ് നികുതി ചുമത്തുന്നത്, പക്ഷേ അതിന് നൽകുന്നത് ആരാണോ ആ കമോഡിറ്റിയുടെ കൺസ്യൂമർ, അവരാണത് നൽകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ പ്രധാനമായിട്ടും ടാക്സ് 2 തരത്തിലാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക: ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അടയ്ക്കുന്ന നികുതിയെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഗവൺമെൻറ്റിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അടയ്ക്കുന്ന നികുതിയെ ഇൻഡയറക്റ്റ് ടാക്സസ് എന്നും പറയും. ഓക്കെ, ദെൻ ഈ ഒരു ടാക്സ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് ലിബറലൈസേഷൻ പോളിസിയിൽ ടാക്സ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നയങ്ങളാണ് റിഡക്ഷൻ ഇൻ പേഴ്സണൽ ഇൻകം ടാക്സ്, വ്യക്തിഗത ആദായ നികുതിയിൽ കുറവ് വരുത്തിയത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു റിഫോമാണ് റിഡക്ഷൻ ഇൻ കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റുകളുടെയൊക്കെ പ്രോഫിറ്റിന് മുകളിലൊക്കെ ചുമത്തുന്ന ഒരു ടാക്സ്, അതിൽ കുറവ് വരുത്തി. ദെൻ എക്സൈസ് ഡ്യൂട്ടി കുറവ് വരുത്തി, റിഡക്ഷൻ ഇൻ എക്സൈസ് ഡ്യൂട്ടി. Then next, reduction in customs duty. Then introduction of GST. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഒരു ടാക്സ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്കണോമിയിൽ നടപ്പിലാക്കിയിട്ടുള്ള നയങ്ങളാണ്. സോ ഇത്തരത്തിൽ ടാക്സുകളിൽ കുറവ് വരുത്തുക വഴി ആ ഒരു ക്രൈസിസ്, നമ്മൾ 1991 ഉണ്ടായിട്ടുള്ള ആ ഒരു ക്രൈസിസ് ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കും. ടാക്സ് ബേർഡൻ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എക്കണോമിയിൽ അത്രയധികം സാക്രിഫൈസിൽ കുറവുണ്ടാവുക എന്നാണ്. അതായത് സർക്കുലേഷൻ ഓഫ് മണി അത് വർദ്ധിക്കുന്നതിന് അല്ലേ, പണത്തിൻ്റെ ആ ഒരു അളവ് എക്കണോമിയിൽ വർദ്ധിക്കുന്നതിന് കാരണമാവും. ഓക്കെ, ഈ ഇൻട്രൊഡക്ഷൻ ഓഫ് GST എന്ന് പറയുന്നത് ഈ ഒരു അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് അല്ലേ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എക്കണോമിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവിടെ GST ചുമത്തുക വഴി GST ഉണ്ടായതുകൊണ്ട് എന്താണ് അവിടെ ഈ ഒരു ടാക്സ് ബേർഡനിലൊക്കെ കുറവ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എക്കണോമിയിൽ ഇത്തരം ടാക്സ് റിഫോംസ് വരിക വഴി ആ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നതിനത് കാരണമാവുന്നു. ഓക്കെ, ദെൻ ഈ ഒരു ലിബറലൈസേഷൻ പോളിസീസിൻ്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, വിദേശ നാണയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പായി എന്താണ് വിദേശ നാണയം എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. In 1991, as a stabilization measure, Indian rupee was devalued. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിവാലുവേഷൻ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് കറൻസി. ദെൻ ഫോറിൻ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രങ്ങളുടെ കറൻസിയാണ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇന്ത്യൻ കറൻസി മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസി വാങ്ങുന്നതിന് വേണ്ടി എത്ര ഇന്ത്യൻ കറൻസി കൊടുക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ റുപ്പിയുടെ എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കുന്നതിനുള്ള ഘടകമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1991 ഇന്ത്യൻ എക്കണോമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ സ്റ്റെബിലൈസ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി സ്റ്റെബിലൈസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ എക്കണോമിയുടെ റുപ്പിയിൽ ഡീവാലുവേഷൻ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. ഡീവാലുവേഷൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ,
ദെൻ ഡിവാലുവേഷൻ മീൻസ് റെഡ്യൂസിങ് ദി വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇക്കണോമിയുടെ കറൻസിയുടെ വാല്യൂവിൽ കുറവ് വരുത്തുന്നതാണ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിവാലുവേഷനെ കൊണ്ട് കുറേയധികം എഫക്ട്സുകൾ ഇക്കണോമിയിൽ ഉണ്ടാകുന്നുണ്ട്. ഡിവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറയാം, എക്സ്ചേഞ്ച് റേറ്റിൽ വർധന ഉണ്ടാവുക എന്നുള്ളതാണ് അതിനർത്ഥം. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂവിൽ കുറവ് സംഭവിക്കുന്നു. ഓക്കെ, then it prevented capital outflow, encouraged capital inflows and exports. അപ്പോൾ ഇത്തരത്തിൽ ഒരു കറൻസിയുടെ വാല്യൂ കുറയ്ക്കുകയാണെങ്കിൽ, വാല്യൂവിൽ കുറവ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇക്കണോമിയിൽ ഉണ്ടാകുന്ന എഫക്ട്സുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇറ്റ് പ്രിവെൻറ്റഡ് ദ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്കുള്ള മൂലധനത്തിൻ്റെ ഒഴുക്ക്, ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്കുള്ള മൂലധനത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ എൻകറേജ്ഡ് ക്യാപിറ്റൽ ഇൻഫ്ലോസ് ആൻഡ് എക്സ്പോർട്ട്, അതേപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യൻ എക്കണോമിയിലേക്കുള്ള ഇൻഫ്ലോ, മൂലധനത്തിൻ്റെ ഇൻഫ്ലോ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ എക്കണോമിയിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ഡീവാലുവേഷൻ സഹായിച്ചു. ഓക്കെ, ദെൻ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതൊന്ന് നോക്കാം. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനിമയ നിരക്ക് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി ഈസ് എക്സ്ചേഞ്ച് ഫോർ അനദർ. ഓക്കെ, ഒരു കറൻസി മറ്റു വിദേശ കറൻസികളുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന നിരക്കാണ് വിനിമയ നിരക്ക് എന്ന് പറയുന്നത്. ഈ വിനിമയ നിരക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സുസ്ഥിര വിനിമയ നിരക്ക് എന്ന് മലയാളത്തിൽ പറയും. വെൻ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഇറ്റ് ഈസ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, ഒരു കറൻസിയുടെ വാല്യൂ ആ ഒരു എക്കണോമിയുടെ സെൻട്രൽ ബാങ്ക് ഫിക്സഡ് ആയിട്ട് ഫിക്സഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇപ്പോൾ ഇന്ത്യൻ കറൻസി $1 വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് 72 രൂപ എന്നുള്ളത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് ഇന്ത്യൻ കറൻസി. ഓക്കെ, ദെൻ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറൻസിയുടെ ഡിമാൻഡിലും സപ്ലൈയിലും വരുന്ന വ്യത്യാസം, ഡിമാൻഡിലും സപ്ലൈയിലും വരുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് ആ കറൻസിയുടെ വാല്യൂവിലും വ്യത്യാസം സംഭവിക്കും. ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അയവുള്ള അല്ലെങ്കിൽ വഴക്കുള്ള വിനിമയ നിരക്ക് എന്നാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ മലയാളം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് regime wherein a currency's value is determined according to market forces, demand and supply in foreign exchange market. വിദേശ നാണയ വിപണിയിൽ വിദേശ നാണയത്തിൻ്റെ ചോദന പ്രധാന ശക്തികൾക്കനുസൃതമായി നിരക്ക് നിശ്ചയിക്കപ്പെടുന്ന സമ്പ്രദായമാണ് ഇത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ, ധാരാളമായിട്ട് അമേരിക്കക്കാർ ഇന്ത്യൻ കറൻസി വാങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്ത്യൻ കറൻസിയുടെ ഡിമാൻഡ് അവിടെ വർദ്ധിക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഡിമാൻഡിൽ വർധനവ് ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂവിൽ എന്തുണ്ടാവും, വർധനവ് സംഭവിക്കും. ദെൻ പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആരും വാങ്ങാനായിട്ട് തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡിമാൻഡിൽ കുറവ് സംഭവിക്കും, അത് വാല്യൂ കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിമാൻഡിലും സപ്ലൈയിലും ഉണ്ടാകുന്ന വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, that is all the exchange rate. എക്സ്ചേഞ്ച് വിനിമയ നിരക്കിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ദെൻ ഈ ഒരു വിനിമയ നിരക്ക് അല്ലെങ്കിൽ വിദേശ നാണയ പരിഷ്കാരങ്ങളിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഇതാണ് 1991 ഇന്ത്യൻ കറൻസിയിൽ ഡിവാലുവേഷൻ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. ഇന്ത്യൻ ഇക്കണോമിയിലെ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ കുറയ്ക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഫ്ലോ ഓഫ് ക്യാപിറ്റലൊക്കെ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ്. ഈ ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ എന്നാണ് പറയുക. ഓക്കെ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പോളിസീസാണ് അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് ഇമ്പോർട്ട്സ് ആർ ലിബറലൈസ്ഡ്. ഇറക്കുമതി ഉദാരവൽക്കരിച്ചു. ഇറക്കുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് കമ്മോഡിറ്റീസ് ആയാലും സർവീസസ് ആയാലും, ഓക്കെ, സാധനങ്ങളായാലും സേവനങ്ങളായും മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യൻ എക്കണോമിയിലേക്ക് വരുന്നതാണ് ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പോർട്ട്സ് ഉദാരവൽക്കരിച്ചു. കൂടുതലായിട്ട് ഇമ്പോർട്ട്സ് നൽകുന്നതൊക്കെ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ വർധനവ് ഉണ്ടായി. ഓക്കെ, ഇറക്കുമതി വർദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ക്യാപിറ്റൽ ഇൻഫ്ലോ വർദ്ധിക്കും, ക്യാപിറ്റൽ ഇമ്പോർട്ട്സും വർദ്ധിക്കും. ദെൻ അത് മൂലധന നിക്ഷേപമൊക്കെ വർദ്ധിപ്പിക്കുക വഴി എന്ത് ചെയ്യാം, എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കും അല്ലെങ്കിൽ വളർച്ചയിലേക്ക് നയിക്കുന്നതിന് അത് കാരണമാവും. ദെൻ ഈ ഒരു ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസിൻ്റെ ഭാഗമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ മറ്റൊരു പോളിസിയാണ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ്, ദാറ്റ് ഈസ് ക്വാട്ട, ദാറ്റ് ഈസ് ഇറ്റ് റിമൂവ്ഡ്. ഇറക്കുമതിയുടെ അളവിലുള്ള നിയന്ത്രണം എന്നാണ് ഈ ഒരു ക്വാട്ടയ്ക്ക് പറയുന്നത്. ദാറ്റ് ഈസ് അത് നീക്കം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇറക്കുമതിയുടെ അളവ് ഒരു പരിധി നിശ്ചയിക്കുന്നത് ഇല്ലാതെയാക്കി.
ഇത്ര ഇറക്കുമതി ചെയ്താൽ മതി, ഇത്ര ക്വാണ്ടിറ്റി ഇറക്കുമതി ചെയ്താൽ മതി എന്നുള്ള ആ ഒരു നിയന്ത്രണം എടുത്തു കളഞ്ഞു. അതായത് എത്ര വേണമെന്നുണ്ടെങ്കിലും മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളൊരു നയമാണ് സ്വീകരിച്ചത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് റെഡ്യൂസ്ഡ്. ഓക്കെ, ഇറക്കുമതി ചുങ്കം. ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നയങ്ങളും ഒരു നയം തന്നെയാണ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കുറവ് വരുത്തുക വഴി ഉണ്ടായത്. ദെൻ നെക്സ്റ്റ് ഇതിൽ തന്നെ വരുന്ന മറ്റൊരു പോളിസിയാണ് ഇമ്പോർട്ട് ലൈസൻസിങ് അബോളിഷ്ഡ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഹസാർഡസ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻസിറ്റീവ് ഇൻഡസ്ട്രീസ്. ഇറക്കുമതി ലൈസൻസിങ് നിർത്തലാക്കി. ഇത്തരത്തിലുള്ള സാധനങ്ങളുടെയും ഈ ഒരു അപകട സാധ്യതയുള്ളതും പരിസ്ഥിതി ലോലമായിട്ടുള്ള ഒഴിച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ ഇക്കണോമീനെ ഹാംഫുള്ളായിട്ട് അല്ലെങ്കിൽ ദോഷകരമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള കമോഡിറ്റീസിൻ്റെ ഇമ്പോർട്ട്സ് ലൈസൻസുകളൊക്കെ കുറച്ചുകൂടി എല്ലാം ഇല്ലാതെയാക്കി. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ പുകയില പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ധാരാളമായിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇക്കണോമീനെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ ലൈസൻസിങ്, ഡ്രഗ്സ് പോലുള്ള സാധനങ്ങൾക്കൊക്കെ ലൈസൻസിങ് ഏർപ്പെടുത്തുകയും അതല്ലാത്തുള്ള സാധനങ്ങളുടെയൊക്കെ ലൈസൻസിങ് എടുത്ത് കളയുകയും ചെയ്തു. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഗുണകരമായിട്ടുള്ള ഇക്കണോമിക്ക് ഗുണകരമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഇറക്കുമതി വർദ്ധിക്കുന്നതിനത് കാരണമായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ്ഡ് ടു എൻകറേജ് എക്സ്പോർട്ട്സ്. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കയറ്റുമതി ചുങ്കം നിർത്തലാക്കി. അതായത് കയറ്റുമതി ചുങ്കം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ഒരു കമ്മോഡിറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന നികുതിയാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ എക്സ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എക്കണോമിയുടെ എക്സ്പോർട്സിൽ, അതായത് കയറ്റുമതിയിൽ വർധനവ് ഉണ്ടാവുന്നതിന് കാരണമാവും. അപ്പോൾ ഇത്തരത്തിൽ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൂടി ഈ ഒരു ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുകയുണ്ടായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് മൂവ്ഡ് ടു മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. വിദേശ നാണയ വിനിമയ നിരക്ക് വിദേശ നാണയ കമ്പോളത്തിൽ നിലവിലുള്ള നിരക്ക് തന്നെയാണെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഒന്നൊക്കെ കണ്ടു കഴിഞ്ഞതാണ് എന്താണ് ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഈ ഒരു കറൻസിയുടെ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ആ ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം തന്നെയാണ് എക്കണോമിയിൽ നിലനിൽക്കുന്നത് എന്നുള്ള ആ ഒരു സ്ഥിരീകരണം, ആ ഒരു തീരുമാനം ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്കണോമിയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഈ ഒരു ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള റിഫോംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് എന്താണെന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. അതേപോലെ തന്നെ ടാക്സ് റിഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ്, ഇതെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുകയുണ്ടായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷനാണ് 3 പില്ലേഴ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. ദെൻ അതിൽ ലിബറലൈസേഷൻ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്താണ്, ആ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള റിഫോംസ് എന്തൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് പ്രൈവറ്റൈസേഷൻ. ഓക്കെ, താങ്ക് യു.